ആദിത്യ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാനും അതിനെപ്പറ്റിയിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിനെപ്പറ്റിയിട്ട് ഒന്ന് സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പക്ഷേ ആ ഒരു പയ്യൻ്റെ മരണ വാർത്തയും കൂടെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇത്രയും നാൾ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ അറ്റാക്ക് ഇപ്പോൾ ആ ഒരു പയ്യൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നേരിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും നിന്നെ കൊല്ലുവിടാമെന്നും ആ ഒരു പെൺകുട്ടി മരിക്കാനുള്ള കാരണം നീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പയ്യനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും പോരാഞ്ഞ് ഇപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഫാമിലി മീഡിയാസിൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു വിഷമത്തിൻ്റെ പുറത്താണോ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അവരെല്ലാവരും പറയുന്നത് ഈ ഒരു പയ്യൻ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാധനം നമ്മുടെ ഈ ഒരു സൈബർ വേൾഡിലേക്ക് കിട്ടുമ്പോഴത്തേക്കിന് ഈ ഒരു ഫക്കിംഗ് സൊസൈറ്റിയിലുള്ള ചില ആൾക്കാരുണ്ട്. അവർക്കിത് കിട്ടുമ്പോഴത്തേക്കിന് അവരതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് ഈ പയ്യനെ അതും വെച്ചുകൊണ്ട് കീറി മുറിച്ച് അവൻ്റെ ചങ്ക് വലിച്ച് കീറി അവനെ സൈബർ വേൾഡിൽ വെച്ച് തന്നെ അവനെ അങ്ങ് കൊന്നുകളയും. ഓക്കെ, അപ്പം അതിനകത്താണെങ്കിൽ ഈ കുട്ടിയുടെ അനിയൻ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ളതിൻ്റെ കാരണം എന്താണെന്ന്, ഈ പയ്യനെ പല പെൺകുട്ടികളുമായിട്ട് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പയ്യൻ തന്നെയാണ് ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങോട്ട് ഈ ഒരു സൈബർ വേൾഡിന് കിട്ടുമ്പോഴത്തേക്കിന് അവർ നല്ല രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ അവരിതങ്ങ് ആഘോഷമാക്കും. ഓക്കെ, ആൻഡ് ഇവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 2 മാസങ്ങൾ ഇവർ ഈ ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷമാണെങ്കിൽ പിന്നീട് ഒരു ടൈമിൽ ഇവർ കാണുന്നുണ്ടായിരുന്നു. കണ്ട സമയത്താണെങ്കിൽ ഈ ഒരു പയ്യൻ ഈ കുട്ടിയെ ആണെങ്കിൽ തെറി വിളിച്ച് ഇറക്കി വിടുന്ന അങ്ങനെ എന്തോ ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ അനിയൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? സൂചന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബിനോയ് തന്നെയാണ് ഈ ഇടയ്ക്ക്. കാരണം ഈ മെയ് മാസത്തിലെ അവസാനമായിട്ടാണ് മ്യൂസിയത്തിൽ വെച്ച് കാണുന്നത്. അതിനുശേഷമാണ് മൊത്തത്തിൽ ഡൗൺ. കാരണം ഇവളൊരു ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, അങ്ങനെയാണ് മൊത്തത്തിൽ ഡൗൺ ആവുന്നത്. ഈ ബ്രേക്കപ്പ് ആയ ടൈം തൊട്ടാണ്. കാരണം നമുക്ക് രാത്രി ഉറക്കമില്ല, അങ്ങനെ കാണിച്ചപ്പോഴാണ് ഡിപ്രസ്ഡ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പം ഏകദേശം മെയിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത്. അപ്പോൾ തെറി പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞു വിടണം. ഈ ഒരു പെൺകുട്ടിയെ തെറി പറഞ്ഞ് ഇറക്കി വിട്ടത് കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മെയ്യിൽ കഴിഞ്ഞൊരു ഇൻസിഡൻ്റ് ആണ്. ഇതിപ്പം ജൂൺ പകുതി മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും നാൾ നീണ്ടു നിന്ന് ഈ ഒരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഇതും മനസ്സിലുണ്ടായിരുന്നിരിക്കാം, പല കാരണങ്ങളിലൊപ്പം ഇതും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അത് ചെയ്യാൻ കൊണ്ട് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പല സൈക്കോളജിസ്റ്റും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പം സൂയിസൈഡ് ടെൻഡൻസിയിൽ നിൽക്കുന്ന ഒരാൾ ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവർ വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ട് ഡൈവേർട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഇവർക്ക് ഇതേപോലെ സൂയിസൈഡ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഒരാൾ ഒരിക്കലും ഇത്രത്തോളം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് കുറച്ച് ദിവസം ഒരിക്കലും നിൽക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഏതോ ഒരു മൊമെൻറ്റിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരാം, ബാക്കിയും കൂടെ കേൾക്കാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എൻ്റെ മകളും ഈ ബിനോയായിട്ട് പ്രണയത്തിലായിരുന്നു. അല്ലാതെ പ്രണയത്തിലായി എൻ്റെ മകളെ ചതിച്ചതിൻ്റെ ഇതിൽ തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അല്ലാതെ സൈബർ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനാണ് പറയുന്നത് ഇത് സൈബർ അറ്റാക്ക് കാര്യങ്ങളൊന്നും അല്ല, ആ കുട്ടിക്ക് മരിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ബിനോയ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. അപ്പം മരിക്കാനുള്ളൊരു ഒരു കാരണം ഈ സൈബർ അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ചേട്ടൻ്റെ വീഡിയോക്കകത്താണെങ്കിൽ സായി ചേട്ടൻ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇങ്ങോട്ടൊന്ന് കേൾപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുട്ടിയെ സൈബർ അറ്റാക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ചേട്ടാ, ഞാൻ കുറേ നോക്കി, ഞാൻ സോൾവ് ചെയ്ത് പോകാൻ നോക്കി സോർട്ട് ഔട്ട് ചെയ്ത് ലാസ്റ്റ് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവൻ്റെ അടുത്ത് നിന്നും അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നും ഞാൻ കുറേ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത്. എന്നിട്ടും ഇത്രയും പ്രശ്നം വരൂലായിരുന്നു. പക്ഷെ അവനായിട്ട് ആരോടും പറയാനിട്ട് എല്ലാവരും അവൻ അടിയിൽ കൂടെ കുറച്ച് ഗെയിം കളിച്ചു. അങ്ങനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തുള്ള. അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. മാറി മിക്കവരും മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനാണ് തേച്ചു
ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സഹിക്കാൻ പറ്റാത്ത കമൻ്റ് ആയിരുന്നു. ദൈവമേ ഇതൊക്കെ കണ്ട് ഞാൻ പുറത്തുപോലും ഇറങ്ങാൻ വയ്യാണ്ടിരുന്ന. അത് ഞാൻ റിലേഷൻ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പ് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിപ്പോൾ എന്തിനാ, കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ സഹിച്ചപ്പോഴാണ് വേണ്ടെന്നായത്. ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടൊക്കെയാണ് ഞാൻ പോയത്. എനിക്ക് കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ, ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. പിന്നെ നബീൽ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, അതിപ്പം എന്തായാലും പോകും, കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പം ഞാനാണ് എല്ലാം ഉച്ചയ്ക്ക് ചെയ്യുന്നത്. അപ്പം അവനതിൽ നല്ല ബോധമുണ്ട്. എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കുറേയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷെ അതിലിരുന്ന കമൻസ് ഒക്കെ എൻ്റെ പൊന്നു, എന്തു പറയാനായിട്ട്, അത്രത്തോളം വെളിയിൽ പോലും എനിക്ക് ഇറങ്ങാൻ മീൻസ് എനിക്ക് ഒരുമാതിരിയായിരുന്നു. പിന്നെ അമ്മയാണ് പറയണത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞ് എന്താ പറയുക, എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ. കാരണം മീൻസ് എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിൽ നിന്ന് മാറി. എന്നിട്ടും ഞാൻ തന്നെ കേൾക്കുന്നത് എന്തിൻ്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്തു നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്, ഈ സാധനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ആ ഒരു കുട്ടിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യം പല കമൻസും ആ ഒരു കുട്ടിക്ക് സഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല, പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഒരു പക്ഷേ അദ്ദേഹം ആ ഒരു വിഷമം കൊണ്ട് ആ ഒരു പയ്യനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം പറഞ്ഞു പോകുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരിക്കലും ആ ഒരു കുട്ടീനെ ഇവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം അത്രത്തോളം ഹേർട്ടായി എന്നുള്ളത് ആ ഒരു കുട്ടി ഏതോ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ മറ്റാരുടെ അടുത്തോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ സ്വന്തം വീട്ടിലുള്ള തൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും അറിയത്തില്ല ആ ഒരു കുട്ടി സൈബർ അറ്റാക്ക് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ അച്ഛൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, സൈബർ അറ്റാക്ക് ഒന്നുമല്ല, ബിനോയ് തന്നെയാണ് കാരണം എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു അച്ഛൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്നായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്, എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഇതിനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം അല്ലേ? നിയമ നടപടിയായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. നിയമത്തിൻ്റെ മുമ്പ് അവനെ കൊണ്ടുവരും. അത് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അപ്പം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം. എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മോളെ ഇനി തിരിച്ചൊന്നും കിട്ടൂലല്ലോ. എൻ്റെ മോള് മരിച്ചു പോയില്ലേ. അതെ, ബിനോയ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നിടം വരെ, അല്ലെങ്കിൽ അയാൾ ഒരു കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നിടം വരെ അയാൾ ഒരു നിരപരാധി തന്നെയാണ് എന്നുള്ള കാര്യം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, മകൻ അങ്ങനെ ആ ഒരു ഇതല്ല. നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ് നമ്മളെ കുടുംബം. ആ കുടുംബമാണ് ഈ ബിനോയ് എന്ന് പറയുന്ന ഒറ്റ ഒരുത്തം കാരണമാണ് നമ്മളെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത്. ഓക്കെ, അപ്പം ഇദ്ദേഹമാണെങ്കിൽ ഈ ഒരു മീഡിയയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ മുഴുവനായിട്ടും എപ്പോഴും എന്താ പറയുക, ഇതിനകത്തൊരു മെജോറിറ്റിയും ഇദ്ദേഹം പറയുന്നത് ബിനോയ് ആണ് ഇതെല്ലാം തകർത്തത്, അല്ലെങ്കിൽ ബിനോയ് കാരണമാണ് തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ അതിലെവിടെയും ഇദ്ദേഹമാണെങ്കിൽ ഈ ഒരു സൈബർ അറ്റാക്കിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫാമിലി ഇഷ്യൂസിൻ്റെ 2-3 കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇതൊന്നും ഇദ്ദേഹം എവിടെയും സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ഈ ഒരു അച്ഛൻ ഇത് അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരു ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. കാര്യം ഇതിനകത്ത് ഈ മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്ന കണ്ടിട്ട് പല ആൾക്കാരും ഇതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു. ഈ ഒരു അച്ഛനായിട്ട് തൻ്റെ മകൾ മരിച്ചിട്ടൊരു വിഷമം പോലും ഇല്ലാത്ത രീതിയിലാണ് വന്ന് സംസാരിക്കുന്നത്. ഒരു പക്ഷേ മീൻസ് ആ ഒരു മീഡിയയുടെ മുന്നിൽ അത്ര വിഷമങ്ങൾ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പയ്യൻ തന്നെയാണ് കാരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒരു പയ്യൻ മാത്രമല്ല കാരണം. ഇപ്പം നിങ്ങൾ പറയുന്ന പ്രകാരം ഓഫ് കോഴ്സ് ആ ഒരു വിഷമം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു സൈബർ അറ്റാക്ക്, പിന്നീട് നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ, ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോക്കകത്ത് വെച്ചുള്ള ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ് ഞാൻ വീണ്ടും ഇവിടെ വെക്കുകയാണ്. പല ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. ഞാനതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള എക്സാക്ട് കാര്യം ഈ കാര്യം വേറെ ഒന്നുമല്ല. ഇവരെ വീട്ടില്
അതായത് കഴിഞ്ഞ ഇവളെ അനിയൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. എന്തിന്റെ അതായത് പേരില്? ഇവളെ അമ്മ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. ഓക്കെ. ഇവളെ അമ്മ അച്ഛനും സംസാരം നടന്നപ്പം അതിന്റെ ഇടയിൽ കയറി. ഇവൾ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോൾ അവൾ അച്ഛൻ പറയുന്നത് ഈ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിരിക്കാന് അത് കണ്ട് സഹിക്കണതിനൊരു പരിധിയുണ്ട്, അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു. ഇവളും തിരിച്ച് സംസാരിച്ചു. അങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞ കിടക്കാണ്, വലിയ കാണാവേ ഓരോരുത്തരും നിന്നെ കാണുമ്പോൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അതാണെന്നൊക്കെ ഒരേ കുറ്റം പറച്ചില്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും വഴക്കുണ്ടാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി തമ്മിൽ വിഷയമായി. അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഞാൻ കാരണം ആർക്കും ഒരു ഇത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ട് കയറി അങ്ങ് തൂങ്ങിയത്. ഓക്കെ. അപ്പോൾ അന്ന് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ ഫാമിലി ഉണ്ടാവുന്ന പോലത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ്. ആൻഡ് ആ ഒരു കുട്ടിയുടെ അച്ഛനാണെങ്കിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നീ കാരണമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. മീൻസ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ചില വിവരം ബോധമില്ലാത്ത നാട്ടുകാരുണ്ട്, ഈ കമൻ്റൊക്കെ കണ്ടിട്ട് ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു കുട്ടിയുടെ അച്ഛനാണെങ്കിൽ സാധാരണ എന്നും ഉണ്ടാകുന്ന ഒരു വഴക്ക് പോലും, അല്ലെങ്കിൽ യൂഷ്വലി ഒരു വീട്ടിലുണ്ടാകുന്ന ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലെ ഉണ്ടായിട്ടുള്ള ഒരു വഴക്കായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ ഒരിക്കലും എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു അച്ഛനും സംസാരിക്കില്ല. അങ്ങനെ ഒരു യഥാർത്ഥ ഒരു അച്ഛൻ ഒരിക്കലും അങ്ങനെ കഴിയില്ല. ഓക്കെ. അപ്പം ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കാം, അന്നേരം ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്തോ ആ ഒരു എന്താ പറയുക, ആ കുട്ടിയെ ആ ഒരു സൂയിസൈഡിലേക്ക് നയിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങൾ ഈ പറയുന്ന ഫാമിലി ഇഷ്യൂസിൽ കാരണമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിൻ്റെ കാരണമായിരിക്കാം, സൈബർ അറ്റാക്ക്, ഇതെല്ലാം കൂടെ ഉൾപ്പെടെയാണ് ആ കുട്ടിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ആ ഒരു മൊമെൻറ്റിൽ ഇത്രയും സാധനങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഒപ്പം ഈ ഒരു സാധനം കൂടെ കേട്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനി ആർക്കും ശല്യമാകുന്നില്ല എന്നൊക്കെ ആ ഒരു കുട്ടിക്ക് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് തന്നെ കൈ പിടിച്ച് ഉയർത്താനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചാരാനൊരു തോളില്ലാത്ത പല ആളുകളുണ്ടാവും. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കുട്ടി എത്തിയത് കൊണ്ടായിരിക്കാം ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് ആ കുട്ടിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവുക. ഓക്കെ. ആൻഡ് അതിനകത്ത് ഈ കുട്ടിയുടെ അനിയനാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ പയ്യനെ പറ്റിയിട്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പയ്യൻ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ആളല്ലോ, പാറുവിനെ അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ അത് വിളിച്ചപ്പോൾ എന്തോ 2 മാസം കൊണ്ടാ എന്തോ ബിനോയ് എന്ന് പറഞ്ഞ വ്യക്തി ചോദിക്കുന്നത് 2 മാസം മുമ്പ് പോയതല്ലേ, ഇനി എന്തിന് ഞാൻ ഇതിലെന്താ, എനിക്കെന്താണ് ഇതിൽ കാര്യം, അങ്ങനെയാണ് ബിനോയുടെ തിരിച്ചുണ്ടായിരുന്ന റെസ്പോൺസ്. വേറെ ആൾ ഇത് കിടക്ക് ചോദിച്ചപ്പം വേറെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലയിൽ ആക്കുന്ന എന്തിന്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പം ഈ ഒരു കുട്ടിയെ ഹോസ്പിറ്റലായിട്ടുള്ള ആ ഒരു ടൈമിലാണെന്ന് തോന്നി സംസാരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഇവരെല്ലാവരും കൂടെ ആ ഒരു പയ്യനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലേ, പിന്നെ ഇപ്പം എന്തിനാണ് ഇപ്പം ഇതിന് ഞാനാണോ കാരണം എന്ന് ആ ഒരു പയ്യൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ജെനുവിൻ. കാരണം 2 മാസത്തോളം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ബ്രേക്കപ്പ് കൊണ്ട് മാത്രമായിരിക്കില്ല. അങ്ങനെ ആ ഒരു ബ്രേക്കപ്പ് കൊണ്ടായിരുന്നെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ തന്നെ ആ ഒരു കുട്ടിക്ക് അത് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു പയ്യൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ആ കുട്ടി വളരെ ബോൾഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. പക്ഷേ എത്ര വലിയ ബോൾഡായിട്ടുള്ള ആളാണെങ്കിലും ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകണേ. സീരിയസ്ലി നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഞാനിപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഇത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങളിവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ടാലും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പിഞ്ചു കുഞ്ഞു വാവിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ, വിശന്നിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ അതിനെ വരെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് ഇവിടെ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് കയറി വരുമ്പോഴത്തേക്കിന് അതിനെ പറ്റിയിട്ട് നല്ലത് ചെയ്താലും തെറ്റ് പറയാൻ ആൾക്കാരുണ്ടാവും, നമ്മൾ മോശം ചെയ്താലും തെറ്റ് പറയാൻ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനൊരു ലോകമാണ് ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് കുറച്ച് മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കമൻറ്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഓഫാക്കി വെക്കുക. ഇത്തരം മെസ്സേജ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ തെറിയും അതും ഇതും നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വിടുക. നിങ്ങളത് മൈൻഡ് ചെയ്യാനേ പോകണ്ട, കമൻറ്റ് സെക്ഷനൊക്കെ ഓഫാക്കി അങ്ങനെ പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സൈബർ വേൾഡ് ആണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. പിന്നെ ഇത്തരം ആൾക്കാരെ ഇനിയും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ഇതും പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യൻ ഒരു തെറ്റുകാരനാണെങ്കിൽ ഓക്കെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ആ ഒരു പയ്യൻ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആ ഒരു പയ്യനെതിരെ സൈബർ അറ്റാക്കുമായിട്ട് പോയിട്ട് ആ ഒരു പയ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഈ സൊസൈറ്റി ആ ഒരു കുട്ടിയെ കൊന്നു, ഇനി ആ ഒരു പയ്യനെയും കൂടെ കൊന്നാലേ നിങ്ങൾക്ക് സമാധാനം ആവത്തുള്ളൂ.